ഇരുന്ന രാത്രികളിൽ ഔസേപിതാവ് ദൈവിക വെളിച്ചവും ദർശനവും ലഭിച്ചു. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ശാന്തതയോടെ നേരിട്ട പിതാവാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്ന ഔസേപിതാവ്. അധികം ബഹളമോ ഒച്ചപ്പാടുകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ബൈബിളിൽ തന്നെ വളരെ കുറച്ച് ഭാഗത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഔസേപിതാവ് വളരെ ശാന്തനായി നിശബ്ദനായാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിരുന്നത്. അതും ദൈവിക ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: പിതാവായ ദൈവത്തിൻ്റെ ആദർശ സ്നേഹത്തിൻ്റെ അടയാളമാണ് വിശുദ്ധ ഔസേപിതാവ്. പിതാവായ ദൈവത്തിൻ്റെ മുഖമാണ് വിശുദ്ധ ഔസേപിതാവ്. ഈ തിരുനാൾ നമ്മെ ഒരു കാര്യവും ഓർമ്മിപ്പിക്കട്ടെ. കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും വലിയ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ എല്ലാറ്റിനെയും ശാന്തതയോടും സൗമ്യതയോടും എളിമയോടും കുറച്ച് വാക്കുകൾ കൊണ്ട് മാത്രം നേരിടുവാനും പരിഹരിക്കുവാനും ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പോലും നേരിടുവാൻ വിശുദ്ധ ഔസേപിതാവിൻ്റെ മാതൃക നമ്മയെയും സഹായിക്കട്ടെ. ദൈവിക ശക്തി നമ്മളിൽ നിറയട്ടെ. ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. പൂജാവേദിയൊരുങ്ങി നാഥനു യാഗമതേകീടാം. സ്നേഹത്തിൻ തിരികൾ തെളിഞ്ഞോ അനുരഞ്ജിതരായി തീർന്നിടാം. സ്തുതികൾ ഉയർത്തി പാടിടാം. ഒരു മനമായി തിരുസന്നിധിയിൽ അണയാമൊന്നു ചേരാം. പൂജാവേദിയൊരുങ്ങി നാഥനു യാഗമതേകീടാം. ജീവൻ പകരുമി ദിവ്യബലി അർപ്പിക്കാമീ നിമിഷം. ജീവൻ പകരുമി ദിവ്യബലി അർപ്പിക്കാമീ നിമിഷം. ജീവിതം ബലിയായി നൽകാം നിൻ തിരുഹിതം നിറവേറ്റാൻ. ഈ ദാസരിലേകു കൃപകൾ. ജീവിതം ബലിയായി നൽകാം നിൻ തിരുഹിതം നിറവേറ്റാൻ. ഈ ദാസരിലേകു കൃപകൾ. പൂജാവേദിയൊരുങ്ങി നാഥനു യാഗമതേകീടാം. ഏകിടം നന്ദിതൻ കീർത്തനങ്ങൾ പാവനമാകുമി നിമിഷം. ഏകിടം നന്ദിതൻ കീർത്തനങ്ങൾ പാവനമാകുമി നിമിഷം. സോദര സ്നേഹത്തിൽ വളരാൻ ത്യാഗത്തിൻ മാർഗം പുണരാൻ. ഈ ദാസരിലേകു കൃപകൾ. സോദര സ്നേഹത്തിൽ വളരാൻ ത്യാഗത്തിൻ മാർഗം പുണരാൻ.
ഈ ദാസരിലേതു കൃപകൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ബഹുമാനപ്പെട്ട മേരി ജോൺ അച്ഛ, ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടോ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക തിരുസഭ ഏറ്റവും ആഘോഷത്തോടെ നോമ്പുകാലത്തിനിടയിലും നമ്മൾ ഏറ്റവും നോമ്പുകാലത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് പോലും കത്തോലിക്ക തിരുസഭ വിശുദ്ധ ഔസേപ്പിതാവിനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് മാർച്ച് 19. നമുക്കറിയാം, ജോസഫ് അല്ലെങ്കിൽ യൗസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. വളർത്തുന്നവൻ. ഉണ്ണിയേശുവിൻ്റെ വളർത്തു പിതാവ് പരിശുദ്ധ കന്യകാമറിയത്തെ അവളുടെ വിശുദ്ധിയിലും ഒപ്പം കുടുംബകാര്യങ്ങളിലുമൊക്കെ സഹായിച്ച് പരിശുദ്ധ മറിയത്തെയും വളർത്തിയവൻ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, സമൂഹങ്ങളൊക്കെ നമ്മളൊക്കെ വളർത്തുന്നവരാണോ തളർത്തുന്നവരാണോ? നമ്മൾ വളർത്തുന്നവരാകണം. അതുപോലെ തന്നെ ആമുഖത്തിൽ വായിച്ചു കേട്ടു, ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു കുടുംബനാഥൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രയാസകരമായ കാര്യം, മറിയം അവരൊരുമിച്ചിട്ടില്ലാതിരിക്കെ ഗർഭിണിയായി കാണപ്പെടുമ്പോൾ അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ജോസഫ് അത് ഏറ്റെടുത്തുകൊണ്ട് ജോസഫ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും മറ്റുള്ളവരെയൊക്കെ വിധിക്കുന്നവരും വധിക്കുന്നവർ, തൂക്കിക്കൊല്ലുന്നൊന്നും ഇല്ലെങ്കിലും വധം പലപ്പോഴും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ തകർക്കുന്നവരാണ് നമ്മൾ. നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക പിന്തുടരാം. ശത്രുക്കളെപ്പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ മാതൃക, നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ മാതൃക, കുരിശിൽ വെച്ച് പോലും കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ ക്ഷമിച്ച യേശുവിൻ്റെ മാതൃക നമ്മുടെ കൺമുൻപിലുണ്ടായിരിക്കും. നമ്മുടെ ജീവിതങ്ങൾ അതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് ദൈവത്തോടും സഹോദരങ്ങളോടും മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തിരിയായ വിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു.
മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സോനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തീരും നേടും ഞങ്ങൾ തന്റെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനം നാദനം അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാ രഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ ഔസേപ്പിൻ്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് ഭരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. ആമേൻ. ഒന്നാം വായന സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും.
നിന്റെ കുടുംബവും രാജ്യത്വവും എന്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിന്റെ വചനം. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. എന്നും നിലനിൽക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രിയത്തിക്കും. എന്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവന്റെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുളി ചെയ്തു, എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശീലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എന്റെ കരുണ എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രഹാമത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാമത്തിന്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്കും മാത്രമല്ല, അബ്രഹാമത്തിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്കും ജീവനും അസ്വസ്ഥമില്ലാത്തവർക്ക് അസ്ഥിയും നൽകുന്നവന്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷ സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. ദൈവവചനമാണ് നാം കേട്ടത്. ചോദിക്കാം. കർത്താവേ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ്
അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ വഴി നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടട്ടെ. ആമേൻ. പഴയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിലാണ് ശേഖരിച്ചു വയ്ക്കുക. പുതുവീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ശേഖരിച്ചു വയ്ക്കണം. പഴയ നിയമ പുസ്തകങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൻ്റെ പുനർനിർവചനമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൻ്റെ പുനഃസൃഷ്ടിയാണ് പുതിയ നിയമം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. ശത്രുവിനെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പുനർനിർവചനമാണ്. ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുക വളരെ പ്രയാസമാണ്, പേടിയാണ്. യഹോവ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ തന്നെ യഹൂദന്മാർക്ക് ഭയമാണ്. അത്രത്തോളം ഭയഭക്തി ബഹുമാനത്തോടെയാണ് ദൈവിക നാമത്തെ അവർ കണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൻ്റെ പുനർവായനയാണ് പുതിയ നിയമം. സാബത്ത് ആചരിക്കുന്ന നിയമം യഹൂദന്മാർക്കിടയിലുണ്ട്. 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം വിശ്രമം. 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും അത്ഭുതകരമായ പ്രപഞ്ചവും മനുഷ്യനെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. അതുപോലെ യഹൂദന്മാരെല്ലാവരും 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്യണമെന്ന് മോശ വഴി ദൈവം നൽകിയ കൽപ്പനയാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുകയും വേണം. അതുകൊണ്ട് സാബത്ത് ദിവസം ഒരു ജോലി ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഇരിക്കെ ഈശോ തൻ്റെ പരിശുദ്ധ കാലത്ത്
ഒരു കൈശോഷിച്ച മനുഷ്യൻ ഈശോയുടെ മുൻപിൽ വരികയാണ് സൗഖ്യത്തിന് വേണ്ടി. ഈശോ അവനെ സുഖപ്പെടുത്തുമോ എന്ന് നോക്കാൻ വേണ്ടി യഹൂദ പ്രമാണികൾ, ഫരിസേയരും നിയമജ്ഞരും യേശുവിന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഈശോ അവരോടായി ചോദിക്കുന്നു, സാപത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ഉചിതം? ജീവൻ രക്ഷിക്കണമോ ജീവൻ നശിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അവര് മൗനമായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവരുത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈശോ കൈശോഷിച്ച മനുഷ്യനെ സൗഖ്യം നൽകി സന്തോഷത്തോടുകൂടി പറഞ്ഞേക്കുകയാണ്. ഈശോ ഒരു വലിയ ഒരു തിരുത്ത് യഹൂദന്മാർക്ക് നൽകുകയാണ്. മനുഷ്യൻ സാപത്തിന് വേണ്ടിയുള്ളതല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്. നിയമങ്ങളും പാരമ്പര്യങ്ങളും കർക്കശമായി പാലിക്കുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ സാപത്ത് ദിവസവും അത് ജോലി ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അതിന് പ്രത്യേകമായ സമയമോ ദിവസമോ കാലമോ ഇല്ലെന്ന് ഈശോ യഹൂദ പ്രമാണികളെ പഠിപ്പിക്കുന്നു. പുതിയ നിയമം പഴയ നിയമത്തിന്റെ പുനഃസൃഷ്ടിയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു പറയുന്നു? ഈശോ നൽകിയ അതിമനോഹരമായ ഒരു മറുപടി, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉദാത്തമായൊരു മറുപടിയാണ് ഈശോ നൽകിയത്. മറ്റെങ്ങും കണ്ടെത്താൻ സാധിക്കാത്ത മനോഹരമായൊരു ഉത്തരം. ഈശോ എൻ്റെ ദൈവമാണെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന സുന്ദരമായൊരു മറുപടിയാണ് ഈശോ നൽകിയത്. അത് അങ്ങനെ ഒരു മറുപടി ആർക്കെങ്കിലും നൽകാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. മറ്റെവിടെയെങ്കിലും അങ്ങനെ ഒരെണ്ണം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പ്രയാസമാണ്. സമാനതകളില്ലാത്തൊരു ഇടപെടലാണ് ഈശോയുടെ ഇടപെടൽ അവിടെ. ഈശോ അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ആരും അവളെ കല്ലെറിഞ്ഞില്ല. അവൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പുനർവായനയാണെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ യൗസേപിതാവിലേക്ക് വരികയാണ്. വിശുദ്ധ യൗസേപിതാവിൻ്റെ തിരുനാൾ ആഗോള സഭയോട് ചേർന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. യൗസേപിതാവിൻ്റെ ജീവിതത്തിലും പഴയ നിയമ സങ്കല്പങ്ങളെ പുനഃസൃഷ്ടിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്താൻ സാധിക്കും. യൗസേപിതാവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ വിവാഹം ചെയ്യാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണെന്ന് യൗസേപിതാവ് അറിയുന്നു. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സ്ത്രീ ഭർത്താവുമായി സഹവസിക്കുന്നതിന് മുൻപ് ഗർഭിണിയായി കാണപ്പെടുകയാണെങ്കിൽ മോശയുടെ നിയമപ്രകാരം അവളെ പരസ്യമായി കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. അത് യൗസേപ്പിനറിയാം. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ജനങ്ങളുടെ മുൻപിൽ വെച്ച് മറിയത്തെ പരസ്യമായി വിധിക്കാനും വധിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും യൗസേപ്പിതാവ് അതിന് തയ്യാറാകുന്നില്ല. യൗസേപ്പിതാവിൻ്റെ മറുപടി ഏറ്റവും മഹനീയമാണ്. യൗസേപ്പിതാവ് അറിഞ്ഞിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അവളെ അപമാന വിധേയാക്കാൻ ഇഷ്ടപ്പെടുകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എത്രയോ മനോഹരമായ, ഉദാത്തമായ, കുലീനമായ ഒരു തീരുമാനമാണ് യൗസേപ്പിതാവിൻ്റെ തീരുമാനം. അപമാന വിധേയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കാർഡിനൽ ന്യൂമാൻ പറയും, ജെന്റിൽമാൻ
is the one who does not inflict pain on others. മറ്റുള്ളവരെ മുറിപ്പെടുത്താത്തവനാണ് മാന്യൻ. വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരു വ്യക്തിയുടെ സൽപ്പേരിന് കളങ്കം വരുത്താത്തവൻ, അവനാണ് മാന്യൻ, കുലീനതയുള്ളവനെന്ന് കാർഡിനൽ ന്യൂമാൻ നമ്മളെ പഠിപ്പിക്കും. അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ വലിയ തീരുമാനത്തിലൂടെ. മറിയത്തെ അപമാനവിധയാക്കാൻ ഇഷ്ടപ്പെടാകയാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും എടുക്കേണ്ട മനോഹരമായൊരു തീരുമാനം ഇതാണ്: നമ്മുടെ വാക്കുകൾ കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും അപമാനിക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെയും സൽപ്പേരിന് കളങ്കം വരുത്തുകയില്ലെന്ന് ഒരു തീരുമാനമെടുക്കേണ്ട ദിവസമാണ് യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ദിവസം. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. നമ്മളുടെ എല്ലാവരുടെയും കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ നമ്മൾ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സമ്പർക്കത്തിൽ മറ്റു മനുഷ്യരുമായ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് നമ്മുടെ ഫോണിൽ വരാറുണ്ട്, ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിലൂടെയൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന, ഫോർവേഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളിലും മെസ്സേജുകളിലും കൂടുതലും ഏതെങ്കിലും വ്യക്തിയെ അപമാനിക്കുന്ന വീഡിയോകളായിരിക്കും, ഏതെങ്കിലും മനുഷ്യന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന വീഡിയോകളായിരിക്കും. അത് വാസ്തവമാണോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ഫോർവേഡ് ചെയ്യും, ഷെയർ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ ഉപേക്ഷിക്കാനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ തിരുനാൾ ദിവസം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് തീരുമാനിക്കാം: നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ സൽപ്പേരിനെ കളങ്കം വരുത്താതെ, ഒരു മനുഷ്യനെയും അപമാനിക്കാതെ, ഒരു മനുഷ്യനെയും നിന്ദിക്കാതെ ജീവിക്കാൻ, എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കാൻ നമ്മളെ സഹായിക്കണമേ എന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുജനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി.
യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃദയജലമേ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അങ്ങോ വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നാ നിന്നെ സതതം വാഴ്ത്തിടുവാൻ. കർത്താവേ, വിശുദ്ധ ഔസേപ്പിന്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൾത്താരയിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. യോസേത്താവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യോസേപ്പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. യോസേപ്പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ഘോരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ ഘോരമായ പീഡകളിൽ
ജീവനാശഭീതികളിൽ യേശുനാഥനു കാവലായി കൂടെ നിന്നവനേ, യേശുനാഥനു കാവലായി കൂടെ നിന്നവനേ, എൻ്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ, എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ, തുണയേകണേ തണലേകണേ, നീതിമാനാകും പിതാവേ. ക്ലേശമുണരും വേദികളിൽ, ത്യാഗജീവിത വേദികളിൽ, ക്ലേശമുണരും വേദികളിൽ, ത്യാഗജീവിത വേദികളിൽ, കന്യമേരിക്കു കാവലായി കൂടെ നിന്നവനേ, കന്യമേരിക്കു കാവലായി കൂടെ നിന്നവനേ, എൻ്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ, എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ, യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ, തുണയാകണേ തണലേകണേ, നീതിമാനാകും പിതാവേ, തുണയാകണേ തണലേകണേ, നീതിമാനാകും പിതാവേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ, തുണയാകണേ തണലേകണേ, നീതിമാ